ശൌചാലയങ്ങളില്ലാത്ത നിരവധി ഗ്രാമങ്ങൾ ഇപ്പോഴും ബീഹാറിലുണ്ട്. ബീഹാറിന്റെ ഗ്രാമമേഖലയെ സർക്കാരുകൾ പരിഗണിക്കുന്നേയില്ല എന്നതിന് തെളിവാണ് കിഷൻഗഞ്ചിലെ സാന്യ ഗ്രാമം. 2 കിലോമീറ്റർ ദൂരം നടന്നു വേണം വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ. ബീഹാറിൽ നിന്ന് റിപ്പോർട്ടർ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട്. പകൽ വയറിനെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കക്കൂസിൽ പോകാനായി രാത്രി വരെ ഇരുൾ വീഴും വരെ കാത്തിരിക്കേണ്ടി വരുന്ന ആ ദുരിത ജീവിതം നയിക്കുന്ന സ്ത്രീകളാണ് എന്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. ബീഹാറിലെ ഒരു ഗ്രാമത്തിലാണ് റിപ്പോർട്ടർ TV സംഘമുള്ളത്. ഇവർ കക്കൂസിൽ പോകാനായി പുലർച്ചെ എഴുന്നേറ്റ് ഈ അടുത്തുള്ള പാടത്തൊക്കെ പോകുന്നതാണ് രീതി. ഇവർക്കിവിടെ ശൌചാലയമോ മറ്റു സൗകര്യങ്ങളോ ഇല്ല എന്നാണ് ഇവരുടെ വേദനയോടെയുള്ള വാക്കുകൾ. नहीं, शौचालय का बहुत दिक्कत है। सुबह 4 बजे भोरे उठ के खेत पे जाना होता है। क्या हालत है बेटा? बहुत खराब हालत है। शौचालय और पानी का व्यवस्था होना चाहिए, ये सबसे ज्यादा जरूरी है, क्योंकि पानी भी यहाँ पे पीने का खराब आता है, जो कि हम लोग पी नहीं सकते, बीमार पड़ जाते हैं। इसीलिए पानी और शौचालय की व्यवस्था होनी चाहिए. കുടിക്കാനോ പാകം ചെയ്യാനോ എന്നും ശുദ്ധമായ വെള്ളമില്ല എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പരാതിയും ഇവരുടെ പരിഭവവും. ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കുഴൽക്കിണറാണ്. പക്ഷേ ഇത് വളരെ ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് ഇതിൽ നിന്ന് വരുന്നത്. बदबू है, पानी खाया नहीं जाता, पानी पीने से बीमार पड़ जाता है आदमी, कपड़ा भी धोने से कपड़ा खराब हो जाता है. ये पीने का पानी कहाँ से लाते हैं? दूर से लाते हैं सर. कितने दूर है यहाँ से? करीब 2-2.5 किलोमीटर है जी. पैदल चल के जा रहे हैं. पीने के लिए पानी के लिए बहुत दिक्कत हो रहा है. क्या क्या व्यवस्था चाहिए आपको? शौचालय चाहिए सर, घर भी चाहिए, रोड का व्यवस्था करनी चाहिए, और पानी तो बहुत जरूरी है सर. घर में पानी ढुक जाता है, बारिश आता है तो बहुत दिक्कत है. ऐसे लगभग 2 साल से पानी ढुक जाता है भैया, बहुत मजबूरी में रह रहे हैं. मचान का ऊंचा करके तब बाल बच्चा. दिखाओ. चलिए आइए भैया आइए. जब वर्षा होता है भैया तो पूरा ढुक जाता है घर में पानी मेरा. बहुत दिक्कत में रह रहे हैं हम लोग, कोई चीज का सुविधा नहीं, पानी का तो और दिक्कत. अब डूब गया, सब डूब गया सर, सारे मर गया, बकरी भी मर गया पानी में डूब के. यहाँ रहना मुश्किल है सर. हाँ, हम लोग चले जाते हैं रोड में बारिश का टाइम में. ഇത് ഒരു വയലിന്റെ അടുത്തുള്ള ഒരു ഭാഗമാണ്. ഇവിടെ വെള്ളം കയറുമ്പോൾ നമുക്കാരും സഹായം തരുന്നില്ല. ഇവർ നേരത്തെ വെള്ളം കയറിയപ്പോൾ റോഡരികിലൊക്കെ പോയി നിൽക്കുന്നതാണ് സ്ഥിരം ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളതാണ് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. ये अगले सरकार कौन बनेगा? तेजस्वी बनेगा, RJD बनेगा? आप क्या सोच रहे हैं? RJD जैसा आप क्यों रो रहे हैं? यही सब तकलीफ होता है तो रो नहीं चल रहे हैं. तो अगर तेजस्वी सर जीतते हैं और बनते हैं वो बिहार के मुख्यमंत्री, मौका देना. हाँ, एक मौका देना चाहते हैं, वो बनते हैं तो उनसे यही निवेदन है कि गरीब के लिए जिनका घर द्वार नहीं है, पानी की दिक्कत है, शौचालय की दिक्कत है, तो वो इन सब की जरूरतों को पूरी करे, जनता के लिए काम करे, ताकि जनता फिर आगे उनको मौका दे. നല്ല വീട് വേണം, കുടിവെള്ളം വേണം, ദാരിദ്ര്യം മാറണം, ചുരുങ്ങിയ പക്ഷം പൊതുവായ ഒരു ശൌചാലയമെങ്കിലും വേണം. ഇത് കാണുമ്പോൾ ഇതല്ലേ ശരിയായ ഇന്ത്യയുടെ മുഖം എന്ന് തോന്നിപ്പോവുകയാണ്. ബീഹാറിലെ സാനിയ ഗ്രാമത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രശ്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ബീഹാർ.